സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് ഇന്ന് OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. KGMCTയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ ധർണ നടത്തും. DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. വിവരങ്ങളുമായി വിനീഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരും. അതുപോലെ കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും കൂടെയുണ്ട്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. വിനീഷ് കുമാർ, വിവരങ്ങൾ പറയൂ. തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ് SKN. ഇന്ന് 10:30 സെക്രട്ടേറിയറ്റിലേക്ക് സർക്കാർ ഡോക്ടർമാരുടെ മാർച്ച് ഉള്ളത്. മാർച്ചിനൊപ്പം തന്നെ ഉപവാസവും കൂടി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരം കഴിഞ്ഞ 2025 നിരവധി സമരങ്ങൾ ഇതുപോലെ തന്നെ നടത്തിയിരുന്നു. എന്നിട്ടൊന്നും തീരുമാനമായില്ല. പഴയ ആവശ്യങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. അത് പ്രധാനമായും ഈ ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. പരിഷ്കരിച്ച ശമ്പളത്തിൻ്റെ കുടിശ്ശിക എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് പ്രധാന ആവശ്യം. മറ്റൊന്ന്, യഥാസമയം തന്നെ നിരവധി ഒഴിവുകളുണ്ട്. ഈ ഒഴിവുകളിലേക്ക് എത്രയും പെട്ടെന്ന് ആളുകൾ ഡോക്ടർമാരെ നിയമിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ പുതിയതായി വന്നിരിക്കുന്ന, അതായത് പുതിയ ആളുകളെ പരിഗണിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ കൃത്യമാക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സമരം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് OP പൂർണ്ണമായും ബഹിഷ്കരിക്കും. പക്ഷേ PG ഡോക്ടർമാർ, അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, PG സ്റ്റുഡൻസ് ഉൾപ്പെടെ ഇന്ന് പരിശോധന നടത്തും, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ അവർ തയ്യാറാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ മറ്റുള്ള ഡോക്ടർമാർ ആരും തന്നെ OPയിൽ എത്തില്ല. കഴിഞ്ഞ കാലങ്ങളിലും നമുക്കറിയാം, കഴിഞ്ഞ കരിദിനം ആചരിച്ചിരുന്നു. നിരവധി തവണ OP ബഹിഷ്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. എന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇവരുടെ സംഘടന, ഡോക്ടർമാരുടെ സംഘടനയായ KMGCTA പറയുന്നത്. ഇതിലെ അധ്യാപകരും, മെഡിക്കൽ കോളേജിലെ അധ്യാപകരും ഡോക്ടർമാരും അടങ്ങുന്ന സംഘമാണ് ഈ സംഘടന. ഈ സംഘടനയാണ് ഇപ്പോൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി കോഴിക്കോട്ടേക്ക് സമീർ സി മുഹമ്മദ്. കോഴിക്കോട്ടെ സമരത്തിന്റെ ഗതി എന്താണെന്ന് അറിയാൻ നമുക്കപ്പം ചേരുന്നു. സമീറെ, വിശദാംശങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് SKN. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇന്ന് KGMCTയുടെ നേതൃത്വത്തിലുള്ള സമരം ഉണ്ടാകും. 10 മണിയോട് കൂടിയായിരിക്കും അവരുടെ ധർണ ആരംഭിക്കുക. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് മുതൽ OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശമ്പള കുടിശ്ശിക പരിഹരിക്കുക, അതുപോലെ DA തന്നു തീർക്കുക, അതുപോലെ തന്നെ കാലോചിതമായിക്കൊണ്ടുള്ള ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, അതുപോലെ ഒഴിവുകൾ നീക്കുക തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു സമരം നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രിയുമായൊക്കെ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഒരു വിധത്തിലുമുള്ള പരിഹാരം ഉണ്ടായിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിലേക്ക് ഇവർ നീങ്ങിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ OP ഭാഗത്താണ്. രാവിലെ മുതൽ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. നമുക്ക് ഈ ദൃശ്യം സാധാരണ എല്ലാ ദിവസങ്ങളിലും നമുക്കിത് കാണാവുന്നതാണ്. പക്ഷേ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു വലിയ സമരത്തിലേക്ക് ഡോക്ടേഴ്സ് പോയി കഴിഞ്ഞാൽ അത് വലിയ ഒരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. പ്രത്യേകിച്ചും സാധാരണക്കാരായ ആളുകൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന മെഡിക്കൽ കോളേജുകളാണ്. പണമുള്ളവർക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാം. പക്ഷേ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള, അതുപോലെ അടിയന്തര ശസ്ത്രക്രിയ ഒഴികെയുള്ള മറ്റ് സർവീസുകളൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പോകുന്നത്. അങ്ങനെ വന്നാൽ അത് വലിയ പ്രതിസന്ധിയിലായിരിക്കും. എവിടെ നിന്നാണ് വരുന്നത്? ഈ ഡോക്ടേഴ്സൊക്കെ ഇനി അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നു. വലിയ പ്രയാസം ഉണ്ടാക്കുമല്ലേ? പ്രയാസം ഉണ്ടാക്കൂലേ? അത്രയും ദൂരെ നിന്ന് വന്നു കഴിഞ്ഞാൽ മടങ്ങിപ്പോന്ന ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. 2-3 ആള് വന്നു കഴിഞ്ഞാൽ. എന്തായാലും ഡോക്ടേഴ്സ് അനിശ്ചിതകാല സമരം ആരംഭിച്ചാൽ അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. ആളുകളൊക്കെ, നിരവധി രോഗികൾ, അതുപോലെ കുട്ടികളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വലിയ ഒരു പ്രയാസം, അവരുടെ ഒരു ബുദ്ധിമുട്ട് അവർ പങ്കുവെക്കുകയാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.